ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ കോളേജിൽ നിന്ന് നാട്ടിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. ചെറിയൊരു വെക്കേഷൻ കിട്ടിയപ്പോൾ പോവാണ്. അപ്പോൾ നമ്മളെ കൂടെ ഇവിടുത്തെ ലോക്കൽസ് വരുന്നുണ്ട്, തെലുങ്കൂസ്. ഇവർ നമ്മുടെ കൂടെ ഇവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മൾ നാടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ ഇവിടുന്ന്, അതായത് കോളേജിൽ നിന്ന് ആന്ധ്രയിലാണ് കോളേജ് കേട്ടോ. അപ്പോൾ ആന്ധ്രയിൽ നിന്ന് നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു 3-4 ദിവസം നമ്മളെ നാട്ടിലത്തെ ഫുഡും നമ്മളെ നാട്ടിലുള്ള പരിപാടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് കയറ്റി വിടാനാണ് പരിപാടി. അപ്പോൾ ഏതായാലും ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരവിടെ പുറത്ത് വെയിറ്റ് ആക്കുന്നുണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് മെസ്സിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് വണ്ടി പിടിക്കണം. കാരണം അവന്മാർ കൂടെ ഉണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ടിക്കറ്റ് മുന്നേ പറയാത്തതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഈ നമ്മളെ റൂട്ടിലുള്ളൊക്കെ ടിക്കറ്റൊക്കെ അത്യാവശ്യം പെട്ടെന്ന് ഫില്ലാവും. അപ്പോൾ 2 ആഴ്ച മുന്നെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ടിക്കറ്റ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഏതായാലും ജനറൽ കയറി പോകാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ പാലക്കാടേക്കാണ് നമ്മൾ പോകുന്നത്. പാലക്കാട് നിന്ന് നമ്മൾ ബസ്സിന് നമ്മുടെ നാട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് പരിപാടിയൊക്കെ. നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പോയാലോ. ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാത്തത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഞങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി കറി വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഊത്തപ്പവും ചട്നിയാണ്. നമുക്ക് ഒരു ഗ്ലാസ് ചായയും കൂടി എടുക്കാം. ഓക്കെ, ഊത്തപ്പം കേട്ടോ ഇന്നത്തെ മെസ്സിലെ മെനു. ഫസ്റ്റാണ് ഞങ്ങൾ മെസ്സിൽ ഇത്ര ഇതിന് മുന്നേ എത്തിനോ മെസ്സിൽ ഇത്ര പെട്ടെന്ന്? അപ്പോൾ ചിക്കൻ ഉള്ളതോ? ശരി. ഫസ്റ്റ് ആയിട്ട് മെസ്സിൽ ഇത്ര നേരത്തെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെനു എന്ന് വെച്ചാൽ ചായയും ഊത്തപ്പവും ചട്നിയാണ്. അപ്പോൾ നമുക്കിത് അപ്പോൾ ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് അവന്മാരെ കൂട്ടാൻ പോകാണ്ട് നമുക്ക് ഓട്ടോ പിടിച്ചിട്ട് ബസ് പിടിച്ചിട്ട് ട്രെയിനിൽ പോകണം. അപ്പോൾ ഓക്കെ, വിട്ടാലോ. അപ്പോൾ നമ്മൾ പോവാണേ. അപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള ആൾക്കാരൊക്കെ ഡ്യൂട്ടിക്ക് വന്നു കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ബൈ കിംസ്, ബൈ 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 ബൈ. പോവാ. രാവിലെ തന്നെ ORS കഴിക്കുന്ന ബാബ. അല്ല, നിങ്ങളെന്താ പോകാൻ ലേറ്റായി? എന്താ പോകാൻ ലേറ്റായി? പറയൂ. എൻ്റെ കൂടെ നടന്നോട്ടെ. എൻ്റെ കൂടെ ഇവന്മാരുണ്ടായിരുന്നു, എൻ്റെ ക്ലാസ്സിലുള്ള ലോക്കൽസ്. ദാദു, പ്രവീണ്, 3-4 ആൾക്കാർ വരുന്നുണ്ടായിരുന്നു നാട്ടിലേക്ക്. അല്ല, ഇവന്മാർ വരുന്നുണ്ട്. ഇപ്പോൾ വരും. വെയിറ്റാക്കണം അവരെ. അപ്പോൾ നാട്ടിൽ ഒറ്റയ്ക്ക് പേടില്ലോണ്ട് അവനെ വിളിച്ചു നിർത്തി നാട്ടിൽ. അവന്മാരെ എത്തിയിട്ടോ. അവന്മാരെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ടിലത്തെ ഓട്ടോയിൽ പോകുന്നുണ്ട്. നമ്മൾ ഈ ഓട്ടോയിലാണ് പോകുന്നത്. ഓക്കെ, എന്നെ കട്ട് ചെയ്താൽ നോക്കുന്നുണ്ട്. ഇവന്മാരാണ് ആളെക്കടാ ഷോപ്പിക്കല്ലേ. അപ്പോൾ ഇവന്മാര് മൊത്തം 4 പേരാണ്. പിന്നെ നമ്മളെ കൂടെ നമ്മളെ ഏക്കന്മാരുണ്ട്. ഇവര് 3 ആൾക്കാരും മൂവാറ്റുപുഴയുള്ള ആൾക്കാരാട്ടോ. അയൽവാസികളാണ്. ഇവിടെ അയൽവാസികൾ ഒറ്റയ്ക്ക് നടക്കുള്ളൂ. ഇപ്പോൾ നമ്മളെ ബസ്സെത്തി. നമുക്ക് സീറ്റ്സ് പിടിക്കാം. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഇവിടെ ഇരിക്കാം. കമോൺ ഗൈസ്. ബാസി ഫ്രം മൂവാറ്റുപുഴ. നിങ്ങൾ വേറെ ഇതിന് ഫ്രം മൂവാറ്റുപുഴ. ഇത് അലൻ തോമസ് മൂവാറ്റുപുഴ. ഇവരൊക്കെ മൂവാറ്റുപുഴക്കാരാണ്. നിങ്ങളിവിടെ കിംസ് വന്നിട്ട് എത്ര കൊല്ലായി? 2 ഫസ്റ്റ് 2. അപ്പോൾ ഇവരാണ് ഒരുത്തൻ. എല്ലാവരും ഫേസ് ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ കാണിച്ചാൽ ഭാർഗവാണ്. എൻ്റെ ബാക്കിലുള്ളവന് പിന്നെ ദാദു, ഷെയ്ഖ് ദാദു, ഇവൻ സായികലൻ. അപ്പോൾ നമ്മളെല്ലാവരും ആണ് പോകുന്നത്. അപ്പോൾ മൊത്തം എനി മെമ്പേഴ്സ് 5, 6, 7, 8 മെമ്പേഴ്സ്. ഞങ്ങൾ 8 ആൾക്കാരുണ്ട് കേട്ടോ. ഓക്കെ.
റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തിട്ടോ. അപ്പോൾ രാജമന്ത്രി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഇവർ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഇവർക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ കയറുക. നല്ല റഷാണ്. ഞാൻ പറയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല, പക്ഷെ നല്ല റഷാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഹോട്ടലിൽ കയറാം. ഓക്കെ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ലേറ്റാണ്. 11 മണിക്കാണ്. കൊല്ലം വിശാഖപട്ടണം എക്സ്പ്രസ്. അതായത് വിശാഖപട്ടണത്തിൽ നിന്നും കൊല്ലത്തോട്ടുള്ള ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മൾ ജനറൽ ടിക്കറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഫുൾ സെറ്റാണ്. ട്രെയിൻ അരമണിക്കൂർ ലേറ്റാണ്. നമ്മൾ ട്രെയിന് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ദിസ് ഗൈസ് ആർ അവർ ട്രിപ്പ് ഗൈസ്. അല്ല, നിങ്ങളാണ് ഞങ്ങളെ നയിക്കുന്നത് പറഞ്ഞത്. Bye bye. How much bye? അപ്പോൾ നമ്മള് പാലക്കാട് എത്തിട്ടോ. അപ്പോൾ പാലക്കാട് എത്തി ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഇന്നലെ രാവിലെ കയറിയപ്പോൾ ആ ഹോട്ടലിൽ കയറിയില്ല. അത് നിങ്ങൾ കണ്ടില്ലേ, അത്ര നമ്മൾ കഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ വെള്ളത്തിലാണ് ഇതുവരെ നമ്മൾ സർവൈവ് ചെയ്തത്. അപ്പോൾ ഇവര് പൊറോട്ടയും കോഴിക്കറിയും എന്തെങ്കിലും തിന്നില്ലാന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെത്തിയിട്ട് പൊറോട്ടയും കോഴിക്കറിയൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ച് ഇവിടെ റേഷൻ്റെ പുറത്തുണ്ട്. ഇത് കഴിച്ചിട്ട് വീട്ടിൽ എത്തും ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ. എന്നിട്ട് അവിടുന്ന് ഒരു ബിരിയാണി സെറ്റാക്കാന്നുള്ള പ്ലാനിലാണ്. പക്ഷെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ ട്രെയിനിൻ്റെ അധികം ഷോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തെല്ലോ തിരക്കിലൊക്കെ ആയപ്പോൾ അധികം പറ്റാത്തതുകൊണ്ട് ചെറിയ ചെറിയ ഷോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നാളെ നമുക്ക് തുടങ്ങണം. ഓക്കെ മച്ചാ, പൊറോട്ട എല്ലാം തരാം. ఫస్ట్ టైమా ఈ కాంబినేషన్ చెప్పు. ఫస్ట్ టైం తింటా. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വിളിക്ക് പൊറോട്ടയും കോഴിക്കറിയൊക്കെ ചെയ്യുന്ന പറഞ്ഞേ. ഇനി അതെല്ലാം നമ്മൾ നാട്ടിലുള്ള ബസ് നോക്കുകയാണ്. ഇപ്പം നമ്മൾ കോഴിക്കോട് ബസ് കയറിയിട്ട് കൊണ്ടുപോയിട്ട് ഇറങ്ങും. എന്നിട്ട് അവിടുന്ന് എങ്ങനെ പോകുന്നത് നോക്കാം. ഇനി വീട്ടിൽ നിന്ന് ഒരു കാറ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയണം, ഇല്ലെങ്കിൽ നമുക്ക് ബസ്സിൽ പോകേണ്ടി വരും. ബസ് ഫൈനലി നമ്മൾ കൊണ്ടോട്ടി സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി വാപ്പ കാറായിട്ട് വരാനുണ്ട്. അപ്പം തന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കാറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഒരു ട്രെയിന് ബസ് കാര്യങ്ങൾ കയറി ഏകദേശം വരെ കൊണ്ടുപോയി ഇവർക്കത്ത് നമ്മൾ യാത്ര ചെയ്തപ്പോൾ മതിയായിരിക്കണം. കേരളം കണ്ടു എന്നുള്ള ആ ഒരു രീതിക്കായിരിക്കണം. അപ്പം നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട്. അസ്സലാമു അടിക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ ബസ് ഇറങ്ങി നമ്മൾ കൊണ്ടോട്ടിക്ക് ഉപ്പച്ചോട്ടോ കൂട്ടാൻ വന്നേ. നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് നിൽക്കുന്നതാണ്. വീട്ടിൽ പോയിട്ട് ഇനി ഫ്രഷ് ആയിട്ട് നമുക്ക് ബിരിയാണിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ വീട്ടിലെത്തി. എല്ലാം തരാ സൂപ്പർ. ജാക്ക് ഫ്രൂട്ട് തിന്നൂടാ. ബ്രെഡും ജാക്ക് ഫ്രൂട്ടും മുന്തിരിയൊക്കെ ഉണ്ട്. ബാബു എല്ലാം തിന്നാ കഷ്ടം. അപ്പൊ ജ്യൂസും കാര്യം കുടിച്ച് നമ്മൾ ഇനി ഫ്രഷ് ആകാൻ പോവാണ്. അപ്പൊ നമുക്ക് കുളത്തിൽ പോയിട്ട് ഫ്രഷ് ആണ് തന്നെ. മച്ചാറാടാ you want to go to pond, no? Yeah. Then we will go to pond. We are swimming in the pond. ആയിക്കോട്ടെ.
I swim in this water. మచ్చా ఈ విలేజ్ రా చెప్పు. Superb. Excellent. They are going to bath in the pond. We are all going. അപ്പൊ ഇവരൊക്കെ നമ്മുടെ നാട്ടിലെ കുളത്തേക്ക് കുളിക്കാൻ കൊണ്ടുപോവാണേ. Want to experience pond water in Kerala? స్విమ్మింగ్ తెలీదు మళ్ళీ ఎప్పుడు రా. ఎలక్ట్రిక్ సౌండ్ అది. అచ్చా ఎలక్ట్రిక్ షాక్ ఫర్ యూ గైస్. Adventure. ఏంట్రా ఇది? రే దిస్ ఈస్ ద హెవెన్ రా. అమ్మా ఏంట్రా ఇది? ఇట్ విల్ బి టూ డీప్. అయితే 4 మెంబర్స్ డీప్ ఉంది కిందకి. 4 మెంబర్ డీప్ అంటది. అదే ఎర్ర పొగ్గాడు. ఏయ్ డోంట్ టెల్ దట్ రా. వీడియో తీసి ఏంట్రా అది? చూడు గైస్ సార్ పోండ్రా. వెరీ వెరీ క్లీన్ మచ్చా. It's not a heaven, it's hell. అరే లోపల ఏమన్నా పాములు అంటే Hey guys, how is the experience? How is the experience? బాగుందా? తెలుగులో ఏం చెప్తారు ఇది? ఈ పాండ్కి ఇంత తెలుగు వాట్ విల్ సే? చెరువు. ఓకే. ఓకే గైస్, వి ఆర్ ఎంజాయింగ్ పాండ్. రెడీ 2 3 స్టార్ట్. హాయ్ ఒకసారి 3 2 2 1 స్టార్ట్. నేను ఆడరా మంచిగా. How is it, how was the experience? from bathing. Guys, അപ്പോൾ നമ്മൾ കുളത്തിലൊക്കെ പോയിട്ട് കുളിച്ചു വന്നേ. പക്ഷേ മഴ പെയ്തുകൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കണേ. ഓക്കെ, നമ്മുടെ നാട്ടിലത്തെ ബിരിയാണിയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ബിരിയാണി, ചിക്കൻ പൊരിച്ചു, നല്ല അടിപൊളി മീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ്. ഓക്കെ, రివ్యూ చెప్పు ఎలా ఉంది? Super. కేరళ ఫుడ్ It's different taste. డిఫరెంట్ టేస్టా? Yeah. మచ్చా ఫిష్ ఇస్ టూ గుడ్. Nice, sir. Super. ఇది ఎలా ఉంది? చికెన్ ఫ్రై ఉందా? Dum biryani is really, actually in Andhra I want to eat dum. I eat only fried, but this dum biryani is nice. Nice, Really. actually we are using small rices. You guys are eating basmati rice. So you like the foods? వెరీ మచ్. In evening we will try different one. Okay. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം ഞങ്ങൾ എൻ്റെ ഉമ്മൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ പ്രോപ്പർട്ടി ആയിട്ടുള്ള റബ്ബർ എസ്റ്റേറ്റ് വന്നാണേ. അപ്പോൾ ഒരു റബ്ബറും കാര്യങ്ങളൊന്നും എങ്ങനെ ഉണ്ടാകുന്നതും കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു റബ്ബറിൻ്റെ ഈ ഒരു കൃഷി ചെയ്യുന്ന മലയൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ്. ഇവിടുന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വെച്ച് ഇന്ന് വൈൻഡപ്പ് ചെയ്യും. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇവർക്ക് പത്തിരിയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏതായാലും ഇനി അടുത്ത ഷോട്ട് മാക്സിമം എല്ലാം കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മള് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പൊ നമ്മള് ഇവിടെ വെച്ച് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് അവസാനിക്കുകയാണ്. ഇതിന്റെ ബാക്കി നമ്മള് അടുത്ത വീഡിയോയിൽ വീണ്ടും സ്റ്റാർട്ട് ആവുന്ന കേട്ടോ. നമ്മളിങ്ങനെ കാറിൽ കറങ്ങിക്കൊണ്ട് ഇതെല്ലാം പാടെ നമ്മൾ ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാല് വീഡിയോ തീരൂല. അപ്പോൾ നമ്മള് ഇതിന്റെ ഒരു 2-3 വീഡിയോ കൂടെ ആക്കിയിട്ട് നോക്കട്ടെ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ പോകുന്നിടത്തൊക്കെ മാക്സിമം കവർ ആക്കിയിട്ട് വീഡിയോസ് ഇങ്ങനെ വിടാൻ പറ്റുമോ നോക്കുന്നുണ്ട്. ഏതായാലും ഇവർക്ക് നമ്മളെ നാടൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു, ഭക്ഷണം കൊടുത്തു. അപ്പം ഒരു ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. അതുവരെക്കും ബൈ.